മരച്ചില്ലയിൽ വീട് കെട്ടി ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വയോധികന് അതിദരിദ്ര പദ്ധതിയുടെ ഭാഗമായി വീട് വെച്ച് നൽകി. വള്ളികുന്നം ഇലിപ്പക്കുളം സ്വദേശി മോഹനൻ പിള്ളയ്ക്കാണ് സുമനസ്സുകളുടെ സഹായത്തോടെ ഗ്രാമപഞ്ചായത്ത് അധികൃതർ മുൻകൈയെടുത്ത് വീട് നിർമ്മിച്ചു നൽകിയത്. അതിദരിദ്ര സംസ്ഥാന പ്രഖ്യാപനത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് നടത്തിയ സർവേയിലാണ് സ്വന്തമായി ഭൂമിയും വീടും റേഷൻ കാർഡും ഉൾപ്പെടെ ഒരു രേഖയുമില്ലാത്ത മോഹനൻ പിള്ളയെ കണ്ടെത്തിയത്. മരച്ചില്ലയിൽ വീട് കെട്ടി ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഇലിപ്പക്കുളം കരോട്ടിൽ മോഹനൻ പിള്ളയ്ക്കാണ് സുമനസ്സുകളുടെ കാരുണ്യത്താൽ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായത്. അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമെന്ന പ്രഖ്യാപനത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് അധികൃതർ നടത്തിയ സർവേയിലാണ് സ്വന്തമായി ഭൂമിയും വീടും റേഷൻ കാർഡുമടക്കം ഒരു രേഖയുമില്ലാത്ത ഇദ്ദേഹത്തെ കണ്ടെത്തുന്നത്. ആ ഷെഡിലാണോ താമസിച്ചിരുന്നതൊക്കെ? ഭക്ഷണത്തിനൊക്കെ എങ്ങനെയായിരുന്നു? ഭക്ഷണം ഇവിടെ തന്നെയുള്ള ഭക്ഷണം തന്നെയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ തന്നെയാണ്. വെളിയൊന്നും മേടിക്കില്ല? അങ്ങ് പോകില്ല. ഉപ്പും മുളകൊക്കെ അങ്ങ് പോകില്ലായിരുന്നു. ചെറുപ്പത്തിൽ നാടുവിട്ട് കർണാടകയിൽ എവിടെയോ കഴിഞ്ഞിരുന്ന ഇദ്ദേഹം 10 വർഷം മുൻപാണ് നാട്ടിൽ മടങ്ങിയെത്തിയത്. നാട്ടിലെത്തിയപ്പോഴേക്കും അച്ഛനും അമ്മയും മരിച്ചിരുന്നു. മടങ്ങിയെത്തി മുൻപുണ്ടായിരുന്ന വീടിന് സമീപമുള്ള കാട്ടിലെ പറങ്കിമാവിന്റെ ചില്ലയിൽ ഏറുമാടം നിർമ്മിച്ച് അതിലായിരുന്നു വർഷങ്ങളോളം താമസം. പറങ്കിമാവ് ഉണങ്ങി നിലം പൊത്തിയപ്പോൾ അതിനു സമീപത്തായി ഒരു ഷെഡ് പണിത് അതിനുള്ളിലായി താമസം. സമീപ പുഞ്ചയിൽ നിന്ന് മീൻ പിടിച്ചു ചുട്ടും പറമ്പിലെ മരച്ചീനി മാന്തിയെടുത്ത് പച്ചയ്ക്ക് കഴിച്ചുമാണ് ജീവിച്ചിരുന്നത്. ഇതിനിടെയാണ് അതിദാരിദ്ര്യ സർവേക്കിടെ ഇദ്ദേഹത്തെ പഞ്ചായത്ത് അധികൃതർ കണ്ടെത്തുന്നത്. ഒരു രേഖയുമില്ലാത്തതിനാൽ അതിദാരിദ്ര്യമുള്ളവരുടെ പട്ടികയിൽ പേരുൾപ്പെടുകയല്ലാതെ ഒരാനുകൂല്യങ്ങളും ഇദ്ദേഹത്തിന് നൽകാൻ കഴിയുമായിരുന്നില്ല. തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ഡി രോഹിണി മുൻകൈയെടുത്ത് ആധാർ കാർഡും റേഷൻ കാർഡും ശരിയാക്കി കൊടുത്തു. തുടർന്ന് മാസം തോറും ഭക്ഷണ കിറ്റും അനുവദിച്ചു. സംസ്ഥാന ഗവൺമെൻറ് കേരളത്തിൽ അതിദാരിദ്ര്യരില്ലാത്ത ഒരു കേരളമായി പ്രഖ്യാപിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ വള്ളികുന്നം പഞ്ചായത്തിലും സർവേയിലൂടെ തന്നെ 12 അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരെ കണ്ടെത്തുകയുണ്ടായി. 11 പേർക്കും അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് അവരെ അതിൽ നിന്ന് മുക്തരാക്കുകയും, എന്നാൽ ഒരാളെ കരോട്ടിൽ മോഹനൻ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹത്തിന് വീടില്ല, വസ്തുവില്ല, ഒരു കാട്ടിനുള്ളിൽ ഒരു കൊച്ചു കുടിൽ കെട്ടി അവിടെ കഴിഞ്ഞുകൊണ്ട് മീൻ പിടിച്ച് അത് പാകം ചെയ്ത് കഴിച്ചുകൊണ്ടും തെങ്ങിലൊക്കെ കയറി തേങ്ങയിട്ട് കഴിച്ചുകൊണ്ടും ഒക്കെ ജീവിച്ചിരുന്ന ഒരാൾ, അദ്ദേഹം പുറം ലോകത്തേക്ക് വരാൻ മനസ്സ് കാണിച്ചിട്ടില്ലാത്ത ആ മോഹനൻ എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തെ ഞങ്ങൾ അവിടെ വന്ന് കാണുകയും പലരോടും ചോദിച്ചപ്പോൾ അദ്ദേഹം നോർമലല്ല, അതുകൊണ്ട് അടുത്ത് വരില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ പഞ്ചായത്ത് സെക്രട്ടറിയും അസിസ്റ്റൻറ്റ് സെക്രട്ടറിയും VEOയും ഞാനും വാർഡ് മെമ്പറും കൂടി അദ്ദേഹത്തെ അവിടെ വന്ന് കാണുകയും ഞങ്ങളുടെ കൂടെ ഒന്ന് വരാമോ എന്ന് ചോദിച്ചപ്പോൾ കൂടെ വരാൻ തയ്യാറാകുകയും ഇപ്പോഴാണ് അറിയുന്നത് റേഷൻ കാർഡില്ല, ആധാറില്ല, വോട്ടർ ID ഇല്ല, ഒന്നുമില്ലാത്തൊരാൾ. അദ്ദേഹത്തെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോയി സ്വന്തമായി റേഷൻ കാർഡ് ആക്കി കൊടുത്തു, ആധാർ ആക്കി കൊടുത്തു. അതിനുശേഷം അദ്ദേഹത്തിന് ഒന്ന് കഴിഞ്ഞുകൂടുവാൻ ഒരു കൊച്ചു വീട് വേണം. അതിന് ലൈഫിൻ്റെ പദ്ധതിയിലൊന്നും അപേക്ഷയില്ലാത്തത് കൊണ്ട് അത്തരത്തിലത് സാധിക്കാൻ കഴിയുന്നില്ല. ആയതിനാൽ പലരെയും ഞങ്ങൾ സമീപിച്ചു. അങ്ങനെ വിനോദ് എന്ന് പറയുന്ന ഒരാൾ ഞങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുവാനുള്ള ഒരു സഹായം ചെയ്യാം എന്ന് പറയുകയും അവിടെ ഒരു കൊച്ചു വീട് വെക്കുകയും എല്ലാ സൗകര്യങ്ങളോടും കൂടി രോഹിണിയും മറ്റും ഇദ്ദേഹത്തിന്റെ സഹോദരങ്ങളുമായി ബന്ധപ്പെട്ടു. സഹോദരനായ ഓമനക്കുട്ടൻ പിള്ളയെ പുരയിടത്തിന്റെ ഒരു ഭാഗത്ത് വീട് നിർമ്മിക്കാൻ സമ്മതിച്ചു. ഇക്കാര്യങ്ങൾ അറിഞ്ഞ കടുവുങ്കൽ ദ്വാരകയിൽ വിനോദ് വീട് സൗജന്യമായി നിർമ്മിച്ചു നൽകാമെന്ന് ഉറപ്പുകൊടുത്തു. 3/4 ലക്ഷം രൂപ ചെലവഴിച്ച് ഷീറ്റ് മേഞ്ഞ ഒരു മുറിയും അടുക്കളയും പ്രാഥമിക ആവശ്യം നിറവേറ്റുന്നതിന് സൗകര്യമുള്ള അടച്ചുറപ്പുള്ള വീടും അദ്ദേഹത്തിന് നിർമ്മിച്ചു നൽകി. ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ വ്യാഴാഴ്ച ഗൃഹപ്രവേശനം നടന്നു. ഡി രോഹിണി, ഉഷ പുഷ്കരൻ, പഞ്ചായത്ത് സെക്രട്ടറി R ശ്രീദേവി, K ജയമോഹൻ, NS സലീം കുമാർ, സെലിൻ ഗോപി, അജി, പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വള്ളികുന്നം.